അങ്ങനെ ഡേ 2 ഓഫ് ജയ്പൂരാണ്. രാവിലെ തന്നെ നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് 2-3 ഫോർട്സ് കാണാനുണ്ട്. അവിടുത്തെ ഒരു കോഫി കിട്ടുമോ നോക്കണം, അത് കഴിച്ചിട്ട് വേണം ഫോർട്ടിൽ പോകാൻ. അവിടെ 2-3 എണ്ണം ഒരുമിച്ചാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. സൺഡേ ആയതുകൊണ്ടായിരിക്കണം റോഡിൽ ആളുകളുടെ തിരക്ക് വളരെ കുറവാണ്. പൊതുവേ ഞായറാഴ്ചകൾ കുറച്ച് സ്ലോ ആയിട്ടാണല്ലോ തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ നടന്നപ്പോഴാണ് ഈ ഒരു ചായക്കട കാണുന്നത്. ഈ ചായക്കടയിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് ഒരു ചായ വാങ്ങിച്ചു. ഞാൻ സാധാരണ ചായ കുടിക്കാറില്ല. ഞാൻ അവിടെ കണ്ടപ്പോൾ ഒരുപാട് പേര് വാങ്ങിച്ചു കുടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ ടീ. ഓരോ ഭാഗത്തും എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലത്തും ടീ അവരുടേതായിട്ടുള്ളൊരു സ്പെഷ്യൽ വെറൈറ്റി ഓഫ് ടീ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാന്ന് ചോദിച്ച് വാങ്ങിച്ചാണ്. സൂപ്പർ ചായ, അടിപൊളി ചായ. നമ്മുടെ പിങ്ക് സിറ്റി വളരെയധികം എൻജോയ് ചെയ്തിങ്ങനെ നടന്നു പോകുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ കാഴ്ച കണ്ടത്. ഇവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ തിരക്ക്. ചെന്ന് നോക്കിയപ്പോൾ ഒരുപാട് വെറൈറ്റി ഫുഡ്. എനിക്ക് തോന്നുന്നത് ഈ ജയ്പൂരിൻ്റെ ഒരു മെയിൻ ഫുഡ് പോയിൻ്റ് ആണിതെന്നാണ്. കാരണം സൺഡേ എല്ലാവരും ഗ്യാദർ ചെയ്യാനോ ഒറ്റയ്ക്കല്ല ആരും വന്ന് കഴിക്കുന്നത്. ഒന്നെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലിയുടെ കൂടെ വന്നിട്ടാണ് കഴിക്കുന്നത്. അത്രയും വെറൈറ്റി ഫുഡുണ്ട്. നമുക്ക് പല സാധനങ്ങളും അറിയില്ല. കാരണം കൂടുതൽ ഇവിടുത്തെ വിഭവങ്ങളാണുള്ളത്. നമുക്കിവിടുത്തെ ജിലേബി പിന്നെ അതുപോലെ തന്നെ സമൂസ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ പല സാധനങ്ങൾ കണ്ട് ഞാൻ പിന്നെ നടന്നു. ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള ഒരു സിറ്റി തന്നെയാണ് ജയ്പൂർ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന് പോവുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ വളരെ സ്ലോ ആയി കാഴ്ചകൾ കണ്ട് ഒരുപാട് എൻജോയ് ചെയ്തിട്ട് വരാൻ പറ്റിയൊരു സിറ്റിയാണ് ജയ്പൂർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതൊരു ബിൽഡിംഗ് നോക്കിയാലും ആ പഴമയുടെയും പിന്നെ രാജസ്ഥാൻ എന്നുള്ള പേരിനെ കറക്റ്റായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സിറ്റി തന്നെയാണ് ജയ്പൂർ. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ പോകുന്നത് ഇനി ആംബർ ഫോർട്ടിലേക്കാണ്. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം എല്ലാവരും റാപ്പിഡോ ഊബർ ഓല വെച്ച് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇവർ തോന്നുന്ന ചാർജ് വാങ്ങിക്കും. പിന്നെ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സിറ്റീസിനേക്കാളെല്ലാം വളരെ അഫോർഡബിളാണ് നമ്മുടെ ജയ്പൂർ. ആംബർ ഫോർട്ടിലേക്ക് വരുന്ന വഴി തന്നെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ വന്നാലും കാഴ്ചകൾ ഭയങ്കര വ്യത്യസ്തമാണ്. ഞാൻ മറ്റെവിടെയും കാണാത്ത അത്ര വൃത്തിയാണ് ഈ ഒരു തടാകത്തിൽ ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ കാഴ്ചകൾ കണ്ടു നിൽക്കാനും ഇവിടുത്തെ മീനുകളെ ഫീഡ് ചെയ്യാനും ഒരുപാട് പേരുണ്ട്. അതെല്ലാം കണ്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നിന്നു ഇവിടെ. നമ്മളങ്ങനെ ആംബർ ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഫോർട്ടിൻ്റെ എൻട്രി വരുന്നത്. പിന്നെ ഈ മലയുടെ മുകളിൽ ഒരു വ്യൂ പോയിന്റ് വരുന്നുണ്ട്. ഗൈഡ് കിട്ടുന്നുണ്ട. ഗൈഡിന് ഇവിടെ 400 റുപ്പീസാണ്. ഇവിടെ വന്നാൽ തന്നെ അവരും കൊണ്ട് ശല്യമാണ്. നമുക്ക് ഗൈഡൊന്നും വേണമെന്നില്ല. നമ്മളിങ്ങനെ ഇവിടെ എത്തി അകത്തേക്ക് കയറാൻ പോകണം. ടിക്കറ്റ് അകത്തുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പുറത്ത് നല്ല ഭംഗിയാണ്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ലേക്കാണുള്ളത്. പിന്നെ എല്ലായിടത്തും ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്. ഇവിടെ സെൽഫി സ്റ്റിക്ക് കണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. ടൂറിസ്റ്റും അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ ഇന്ന് നല്ല ക്ലൈമറ്റാണ് ഇവിടെ. ഒട്ടും വെയിലില്ല, ചൂട് ചെറിയൊരു ചൂടേ ഉള്ളൂ. അതുകൊണ്ടൊന്നൊരു സുഖമുണ്ട്. പക്ഷെ ഇത് ഇവിടെ വന്നപ്പോഴാണ് ഇത് എത്ര വലുതാണെന്ന് മനസ്സിലായത് കേട്ടോ. ഭയങ്കര വലുതാണ്, ഹ്യൂജ് ഫോർട്ടാണിത്. ഇത്രയും ദൂരത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് അവിടെ ആ മലയുടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഇവിടെയൊക്കെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ എത്ര ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡായിട്ട് അവിടെയുണ്ട്. സംഭവം അടിപൊളിയാണ്. ഇവിടെ രാജസ്ഥാനിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര അടിപൊളിയായി തോന്നിയത് ഈ സാധനമാണ്. ഇതുവരെ ഹവാമഹൽ പിന്നെ ജൽമഹലൊന്നും എനിക്ക് അത്ര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയില്ല. എനിക്ക് ജയ്പൂർ കൂടുതൽ ഇഷ്ടമായത് സിറ്റി ആയിരുന്നു, ആ സിറ്റിയുടെ ഐഡൻറ്റിറ്റി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് ഭയങ്കര, ഇതൊരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. വേറെ ലെവൽ. പിന്നെ ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു സുഖമുണ്ട്. ഈ സാധനം നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴൊന്നുമില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ പെരുന്നാൾ കഴിഞ്ഞ് വരുമ്പോൾ പള്ളിയുടെ പുറത്തിതുണ്ടാവും. എൻ്റെ കയ്യിലിത് വെക്കും. ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഒരു അടിപൊളിയാണ്. അതെനിക്ക് നൊസ്റ്റാൾജിയ തരുന്നുണ്ട്.
പല പല വ്യത്യസ്ത കാഴ്ചകൾ കണ്ട് ഈ സ്റ്റെപ്പ് കയറി വന്നപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. ആനയാണ്. ഇവിടെ നമുക്ക് ആന സവാരി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അകത്ത് കയറിയിട്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിന് പുറത്ത് കയറാം. അങ്ങനെ വളരെ വിശാലമായിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ വന്നെത്തിയിട്ടുള്ളത്. ഇവിടെ വന്ന് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയാണിത്. ഇവിടെ നമുക്ക് ഇവർ വഴി പേ ചെയ്തിട്ട് ഈ ആനപ്പുറത്ത് പോകാം. വളരെ ചെറിയൊരു വെയിലാണ് ഇപ്പോൾ ഉള്ളത്. വെയിലെന്നൊന്നും പറയാൻ പറ്റൂല, അത്ര ചെറിയ വെയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ചൂടൊരു രക്ഷയില്ല. ഇപ്പം ഞാൻ ആലോചിക്കണേ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഉള്ള നല്ല വെയിലുള്ള ദിവസങ്ങളൊക്കെ എങ്ങനെ ഇവിടെ വരിക എന്നുള്ളതാണ്. ഒരിക്കലും ജയ്പൂർ ഒരു സമ്മർ ടൈമിലുള്ള റെക്കമെൻഡേഷനേ അല്ല. തണുപ്പുള്ള സമയത്ത് മാത്രം, വിന്റർ സീസണിൽ മാത്രമേ ഇവിടെ വരാൻ പറ്റുള്ളൂ. ഈ സാധനം, ഈ ഒരു വ്യൂ വീഡിയോയിൽ കാണേണ്ടതല്ല, ഇത് നേരിട്ട് തന്നെ വന്ന് കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം. ഈ സ്ഥലമൊന്നും എനിക്കൊരിക്കലും ഈ ഒരു വീഡിയോ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റില്ല. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളാണെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കാണണം. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് 102 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ആംബർ ഫോർട്ടിൻ്റെ അകത്ത് കയറി. ഈ രാജസ്ഥാൻ എന്നുള്ള പേരിനോട് 100% നീതി പുലർത്തുന്ന കാഴ്ചകളാണ് കേട്ടോ രാജസ്ഥാനിൽ വന്നിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള, ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഫോർട്ട് തന്നെയാണ് ആംബർ ഫോർട്ട്. അവിടെ നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ കാണുന്ന ഈ ഓരോ കാഴ്ചകളും ആസ്വദിച്ച് നമ്മളിതിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് എത്ര പ്രൗഢമായിട്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളതെന്ന് നമ്മൾ ആലോചിക്കാം. ഇതാണ് ശീഷ് മഹൽ, അല്ലെങ്കിൽ പാലസ് ഓഫ് മിറേഴ്സ്, മിറർ പാലസ് എന്നെല്ലാം പറയാം. കണ്ണാടികൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ മാത്രമല്ല, ഒരുപാട് ശീഷ് മഹലുകൾ നോർത്ത് ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടി ഇങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും ആ നിർമ്മിച്ച കാലത്ത് ഉണ്ടാവുക. അതുപോലെ അന്ന് ജീവിച്ച രാജാക്കന്മാരോ പ്രഭുക്കളെല്ലാം എത്ര ലക്ഷൂറിയസ് ആയിട്ടാണ് ഇവിടെ ജീവിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഓരോ ചിന്തകളും ചിന്തിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ലേക്ക് ഒന്നുകൂടെ ആസ്വദിച്ച് ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ വരും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഫോളോ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്.